ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് സദ്യയ്ക്കൊക്കെ തയ്യാറാക്കുന്ന അവിയലിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി പച്ചക്കറികളെല്ലാം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് കുമ്പളങ്ങ, മത്തങ്ങ, ചേന, ഏത്തക്കായ, ക്യാരറ്റ്, മുരിങ്ങക്കായ എല്ലാം ഒരു ചെറിയ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കഷ്ണങ്ങളെല്ലാം ഇട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പച്ചക്കറിയിൽ നിന്നുള്ള വെള്ളം കൊണ്ട് കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നോളും. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായി 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം ഇവയെല്ലാം ചേർത്ത് നന്നായി ചതച്ചെടുക്കണം. കൂടുതൽ അരഞ്ഞു പോവാതെ നോക്കണം. ഇപ്പോൾ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി പുളിക്ക് വേണ്ടി കഷ്ണങ്ങളിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. പുളി നോക്കി ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കണം. പുളി കുറവായ കാരണം ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി ഈ തൈരിലെ വെള്ളം നന്നായി വറ്റി വരണം. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. അല്പം കരിവേപ്പിലയും ചേർത്ത് 1 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വയ്ക്കണം. ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. ഇളക്കിയെടുക്കുമ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതെ നോക്കണം. ഇപ്പോൾ ഇതാ സദ്യ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി അവിയൽ ഉണ്ടാക്കാൻ പറ്റും.